ഞാൻ ഇന്നിവിടെ ഒരു കാർ ഡാഷ് ക്യാമിൻ്റെ അൺബോക്സിങ്ങും ഇൻസ്റ്റലേഷൻ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആമസോണിൽ ഒരു മോള N3 എന്ന് പറഞ്ഞിട്ട് DDPAI എന്ന് പറഞ്ഞിട്ടൊരു ഡാഷ് ക്യാം വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഈ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഞാൻ കാണിക്കും, കാറിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് ഇട്ട് കിടക്കാം. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്യാമറ. ചെറിയ സാധനമാണ്, കണ്ടോ, ഒരു കാണാൻ നല്ല ഇതൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷും ഇതൊരു മാറ്റ് ഫിനിഷും ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഒരു ചാർജറുണ്ട്, നമ്മുടെ USB പോലെ ഇത് ഈ വയർ കണക്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഗ്ലാസ്സിൽ വിൻഷീൽഡിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്, അതിൻ്റെ ടേപ്പും ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഒരു വയറും ഉണ്ട്. ഇത് വളരെ ലോങ് വയറാണ്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 3 മീറ്റർ ഉണ്ട്. നമ്മൾ ക്യാമറയും നമ്മുടെ ഡാഷ് ക്യാമും നമ്മുടെ പവർ സോഴ്സുമായിട്ട്, കാറിലെ പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഇത് ആക്ച്വലി ഇത് ഫിക്സ് ചെയ്യാനായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് മിററിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇത് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ ഇത് വളരെ എളുപ്പമാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതിൽ ആ കൂടിയുള്ള നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഇല്ല. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 128 GB ആണ് നമുക്ക് മാക്സിമം ഇടാൻ പറ്റുന്നത്. ഈ പറഞ്ഞ ഇതിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡാഷ് ക്യാം. ഇത് ഞാൻ ആക്ച്വലി ആമസോണിലാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 6500 ആണ്, ഒരു ഓഫറിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻസ്റ്റലേഷനിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഇത് കാറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ഡാഷ് ക്യാം ഇൻസ്റ്റലേഷൻ വന്നേക്കണത് ഒരു പ്രത്യേക വർക്ക്ഷോപ്പിലാണ്. ഇവിടെ പ്രീമിയം കാർസ് മാത്രമാണ് ഇവിടെ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല പ്രീമിയം കാർസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് സർവീസിങ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത് ഒരു ജോമോൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ കാർ വർക്ക്ഷോപ്പാണ്. സ്ഥലം കാഞ്ഞിരമറ്റം. എല്ലാം പ്രീമിയം വണ്ടികളാണ്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ, അതായത് നമ്മുടെ ഇതിൻ്റെ പാനൽസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങോട്ട് USB അങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ടിരുന്നോളും. വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് താഴോട്ട് കൊടുക്കാം, പക്ഷേ ഇതാകുമ്പോൾ നല്ല നീറ്റായിട്ടിരുന്നോളും. അപ്പോൾ നമ്മളിത് പിടിപ്പിക്കാനായിട്ട് ആദ്യം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ പുള്ളി ഇത് പിടിച്ചേക്കണുണ്ടോ. അത് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു കാർഡ്, ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും സാധാരണ ഒരു കാർഡ് കൊണ്ട്, ATM കാർഡ് കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ചെയ്യണം, കാരണം ബബിൾസ് ഒന്നും വരാണ്ടിരിക്കാനായിട്ട്. നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇതിൻ്റെ കറക്റ്റ് സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയർ നോക്കിയിട്ട് നമ്മൾ പിടിപ്പിക്കണം. നമ്മളിതിൻ്റെ അകത്ത് ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടൊരു സ്ക്വയർ കാണിച്ചിട്ടുണ്ട് അവർ. ആ സ്ക്വയറിൻ്റെ നടുക്കായിട്ട് വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഈ ക്യാമറയിൽ ആക്ച്വലി കപ്പാസിറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബാറ്ററി അല്ല. അപ്പോൾ അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം നമുക്ക് ഇത്തിരി ഹീറ്റായാലും പ്രോബ്ലം ഇല്ല. അപ്പോൾ സംഭവം നല്ല നീറ്റായിട്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹമാണ് ഇത് ചെയ്തത്, മിസ്റ്റർ ജോമോൻ. ഇതിൻ്റെ അകത്തൊരു GPS ബിൽറ്റ് ഇൻ മോഡലാണ്. അപ്പോൾ നമുക്ക് റിയൽ ടൈം സ്പീഡും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ക്യാമറ വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും പറ്റും. വ്ളോഗേഴ്സിന് യൂസ് ചെയ്യാൻ പർപ്പസ് ആണെങ്കിൽ നമുക്ക് ഇൻസൈഡ് ഔട്ട്സൈഡ് വിഷ്വൽസും കിട്ടും, കാരണം നമുക്ക് ക്യാമറ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈവ് ഫുട്ടേജ് കിട്ടും. അതേപോലെ തന്നെ ഒരു പാർക്കിംഗ് സർവൈലൻസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ തീർച്ചയായിട്ടും ഇത് നമുക്ക് നൈറ്റ് ഫുട്ടേജ്, വളരെ നല്ല ഷാർപ്പ് ഫുട്ടേജ്. എനിക്ക് പേഴ്സണലി തോന്നിയത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡാഷ് ക്യാം ആയിട്ടാണിത്.